ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വചനഭാഗം ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അവിടെ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. യേശുതമ്പുരാൻ ദേവാലയ ഭണ്ഡാരത്തിൻ്റെ അടുക്കൽ ഇരുന്ന് അനേകം ആളുകൾ നേർച്ചപ്പെട്ടിയിൽ പണം നിക്ഷേപിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അനേകം ധനവാന്മാരായ ആളുകൾ വന്ന് ആ നേർച്ചപ്പെട്ടിയിൽ തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം, ഒരു പങ്ക് നിക്ഷേപിക്കുന്നു. അങ്ങനെ അനേകം ആളുകൾ വന്ന് ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നു. അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയെ മാത്രം അതിൽ ശ്രദ്ധിക്കുക. ആ വ്യക്തിയുടെ പ്രത്യേകത, ഒരു വിധവയായ സ്ത്രീയാണ്. നിർധനയായ ഒരു സ്ത്രീ തൻ്റെ കൈവശമുള്ള 2 ചെമ്പ് നാണയങ്ങൾ, തുട്ടുകൾ ആ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. കർത്താവ് വളരെ സന്തോഷത്തോടുകൂടെ ചുറ്റുപാടും നിൽക്കുന്ന തൻ്റെ ശിഷ്യ സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഈ സ്ത്രീയാണ് ഈ ധനവാന്മാരായ ആളുകളേക്കാൾ കൂടുതൽ ദേവാലയത്തിൽ നിക്ഷേപിച്ചത്. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ ഏറെ ആകാംക്ഷയോടുകൂടെ കർത്താവിനെ ഉറ്റുനോക്കുമ്പോൾ കർത്താവ് പറഞ്ഞു: മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു പങ്ക് നിക്ഷേപിക്കുമ്പോൾ ഇവളാകട്ടെ ഇവളുടെ ഉപജീവനത്തിൻ്റെ പങ്ക് മുഴുവനും ദേവാലയത്തിൽ കർത്താവിന് കാഴ്ചവെച്ചു. ഇവളുടെ ജീവിതത്തിൽ നാളത്തേക്ക് വേണ്ടി കരുതേണ്ടത് കൂടെ അവൾ ഇന്നിതാ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു പങ്ക് മാത്രമാണ് കൊടുത്തത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യാവേളയിൽ ദൈവമേ, നീ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഇന്ന് ഈ വചനവുമായി അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ഈ വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി മുറിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്ന ഈ വചനങ്ങൾ 30, 60, 100 മേനിയായ ഫലം പുറപ്പെടുവിക്കുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വചനം നഷ്ടപ്പെട്ടു പോകാതെ ദൈവിക സംരക്ഷണം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാവൽ മധ്യസ്ഥരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ആദ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വായിച്ചു കേട്ട വചനം ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. എന്തെന്നാൽ അവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു, ദേവാലയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നൽകിയ ഒരു വലിയ സാക്ഷ്യമാണ്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം: മനുഷ്യൻ ബാഹ്യരൂപം കാണുമ്പോൾ ഹൃദയരൂപം കാണുന്ന ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് ദൈവം. നമ്മളൊക്കെയും പുറമെ എല്ലാവരെയും വിലയിരുത്തുന്നവരാ, പുറമെ നോക്കി. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കാണുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അത് സന്തോഷപൂർവ്വം സ്വീകരിക്കണമെങ്കിൽ ഹൃദയപൂർവ്വം നമ്മളത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് അത് സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുകയുള്ളൂ. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: സന്തോഷത്തോടുകൂടെ നൽകുന്നവനെയാണ് കർത്താവ് സ്നേഹിക്കുന്നതെന്ന് വചനം അവിടെ പറയുന്നുണ്ട്. സന്തോഷത്തോടെ നൽകുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണ തൃപ്തിയോടുകൂടെ ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ഈ വിധവയായ സ്ത്രീയുടെ പ്രത്യേകത, അവൾ നാളത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. നാളെ എങ്ങനെ നടക്കുമെന്ന് അവൾ ചിന്തിച്ചില്ല. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം, അത് ചിലവ് എത്രയുണ്ട്, നാളെ എന്തൊക്കെ ചിലവ് വരും, എത്ര രൂപ നമുക്ക് സമ്പാദിക്കാം എന്നൊക്കെ നമ്മൾ ഒരു ചെറിയ ഒരു പ്ലാനിങ് ഒക്കെ നടത്താറുണ്ട്. എന്നാൽ ഈ വിധവയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നാളത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അവൾക്ക് കൈവശം കിട്ടി
ഒരു പ്രേരണ കിട്ടി ദൈവത്തിന് കൊടുക്കുക, മുഴുവനും അവൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദേവാലയത്തിൽ അവൾ സമർപ്പിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? കർത്താവിൽ ആശ്രയിക്കാനായിട്ട് അവൾ ഒരുങ്ങി എന്നുള്ളതാണ്. പൂർണ്ണമായും എൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും കർത്താവിങ്കിലേക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. നാളത്തെ എൻ്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്, ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ എന്നെ പരിപാലിക്കും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ വിധവയായ സ്ത്രീ അവൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ആകെയുള്ള 2 ചെമ്പ് നാണയങ്ങൾ ഇതാ കർത്താവിന് സമർപ്പിച്ചു, ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു വലിയ ചിന്താഗതിയാണ്, മനോഭാവമാണ് പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കുക. അത് പണം മാത്രമല്ല, നമ്മുടെ സമയവും നമുക്കുള്ള അറിവുകളും എല്ലാം, നമുക്കുള്ള സകലതും കർത്താവിൻ്റെ കാൽപാദത്തിൽ വെക്കുവാനായിട്ട് നമുക്കിടയാകണം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കർത്താവിനെ തിരികെ ഏൽപ്പിക്കാൻ നമുക്ക് പറ്റണം. കർത്താവെ, അങ്ങ് തന്നതാണെല്ലാം, ദാനമായി തന്നതാണ്. ദൈവമേ, ഒരു വാഹനം എനിക്കുണ്ടെങ്കിൽ ഈ വാഹനം ഉപയോഗിക്കുവാൻ ദൈവം തന്ന സമ്മാനമാണ്. ഇതിൻ്റെ എല്ലാ ഉടമസ്ഥാവകാശം കർത്താവിനാണെന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, ഒന്നിലും നമ്മൾ ആശ്രയത്വം വെക്കരുത്, ദൈവത്തിൽ മാത്രം ആശ്രയത്വം വെക്കാനായിട്ട് ഇടയാകണം. ഓരോ നിമിഷവും കർത്താവിൽ അഭയം തേടുവാനായിട്ട് നമുക്കിടയായിത്തീരണം. നമ്മളിങ്ങനെ കാണുകയാണ്, ഇതാ ഈ വിധവയായ സ്ത്രീ കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിൽ അഭയം തേടി. പെട്ടെന്ന് ഒരു കഥ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയെ കുറിച്ചാണ്. അദ്ദേഹം പരിമല സെമിനാരിയിൽ ജീവിക്കുന്ന കാലയളവിൽ തൻ്റെ കുശിനിക്കാരനായ മനുഷ്യൻ കടന്നു വന്നിട്ട് തിരുമേനിയോട് പറയുന്നുണ്ട്, തിരുമേനി, നാളത്തേക്കുള്ള അരി സാധനങ്ങളൊക്കെ തീർന്നുപോയി, നാളെ ആഹാരം വെക്കണമെങ്കിൽ യാതൊരുവിധ മാർഗവുമില്ല, അതിനുള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നാളെ ആഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ, അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാനുള്ള ക്രമീകരണം ചെയ്യണം. തിരുമേനി പറഞ്ഞു, മക്കളെ, കർത്താവ് കരുതിക്കൊള്ളും. അത് കുറച്ച് ശമാശന്മാർ കേട്ടുകൊണ്ടിരിക്കുക. ഈ കുശിനിക്കാരൻ അദ്ദേഹം ഓർത്തു, തിരുമേനി ആരെങ്കിലും വിളിച്ച് നാളത്തേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും എന്നോർത്ത് അദ്ദേഹം അങ്ങ് പോയി. പ്രിയപ്പെട്ടവരെ, പരിമല കൊച്ചു തിരുമേനി മദ്ബഹായിലേക്ക് കയറി വന്ന് കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് അറിയുന്നല്ലോ. എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞു, അദ്ദേഹം മടങ്ങി വന്നു. ഇതാ വൈകുന്നേര സമയത്ത് സന്ധ്യാപ്രാർത്ഥന കഴിയുന്ന സമയമാകുമ്പോൾ ഈ പരിമല കടവിൽ വലിയൊരു വള്ളം വന്ന് നിന്നു. അത് തീരത്തോടടുപ്പിച്ചു. അതിൽ നിന്ന് ഒരു ധനാഠ്യനായ മനുഷ്യൻ കടന്നു വന്ന് തൻ്റെ കൈവശം ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയും അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന പരിമല സെമിനാരിയിൽ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇത് കണ്ടുകൊണ്ട് കുശിനിക്കാരൻ ഓടി വന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, അങ്ങ് ക്രമീകരിച്ചതുപോലെ, അങ്ങ് പറഞ്ഞതുപോലെ ഇതാ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ ഭക്ഷണ സാധനങ്ങൾ, നാളത്തേക്കുള്ള 1 മാസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം തിരുമേനി ചോദിക്കുന്നു, ആരാണ് കൊണ്ടുവന്നതൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. നമ്മുടെ ഭൂമിയിലുള്ള ആശ്രയത്വങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായും ആശ്രയിച്ചാൽ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സങ്കടപ്പെടേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചേരുക. ഒന്നെങ്കിൽ ദേവാലയത്തിൽ കടന്നു ചെന്ന് മുട്ടുമേൽ നിന്നുകൊണ്ട് കർത്താവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ബലിപീഠത്തിങ്കിലേക്ക് നോക്കുക, കരമുയർത്തി പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. ഇനി നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കുന്ന പായിൽ മുട്ടുകുത്തിക്കൊണ്ട് കർത്താവിങ്കിലേക്ക് നോക്കി കിഴക്കോട്ട് ദർശനം നിന്നുകൊണ്ട് മുട്ടുകുത്തി നീ പ്രാർത്ഥിച്ച് സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. കാരണം നിന്റെ ആശ്രയത്വം ദൈവത്തിൽ വെച്ചാൽ ദൈവം തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. നിന്റെ ആശ്രയത്വം മനുഷ്യരിലല്ല, ക്രിസ്തുവിൽ വെക്കാനായിട്ട് നീ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് ഏറെ നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ
യഹോവയിൽ ആശ്രയിക്കുന്നത് ഏറെ നല്ലത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത്, പ്രഭുക്കന്മാരിലല്ല ആശ്രയിക്കേണ്ടത്, രാജാവിലല്ല ആശ്രയിക്കേണ്ടത്, ക്രിസ്തുവിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഇടയാകണം. ക്രിസ്തുവിൽ ആശ്രയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഇടയാകണം. സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം 1 തൊട്ടുള്ള വചനങ്ങളിൽ പറയുന്നു, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? പ്രിയപ്പെട്ടവരെ, കർത്താവിൽ അഭയം തേടുന്ന ഒരു മനുഷ്യന് ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൽ ആശ്രയിക്കേണ്ട ഒരു മനുഷ്യന് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം അവൻ്റെ കോട്ടയാണ്, ദൈവം അവൻ്റെ സംരക്ഷണ ഭിത്തിയാണ്. അവനൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം ദൈവം ക്രമീകരിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ വിളിച്ചു പറയുകയാണ്, നീ എന്ത് ഭക്ഷിക്കും, എന്ത് ഉടുക്കും, എന്ത് പാനം ചെയ്യും എന്നതിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട. നിന്റെ കാര്യം കർത്താവിനറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ കർത്താവ് എപ്പോഴും ശ്രദ്ധാലുവാണ്, അതീവ ശ്രദ്ധാലുവാണ്. ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് പോലെ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളിൽ നിന്നല്ല, ഏത് വലിയ ആവശ്യങ്ങളിലും നിന്നെ സഹായിപ്പാൻ അതീവ ശ്രദ്ധയോടെ കാത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും നമ്മളെ വിട്ടുകൊടുക്കുക. കർത്താവിൽ അഭയം തേടുക. കർത്താവിനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായും കർത്താവിനോട് സംസാരിക്കുക, കർത്താവിന് സമർപ്പിക്കുക. അവൻ എല്ലാ കാര്യവും ക്രമീകരിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരം എന്തു തന്നെയായാലും അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിന്റെ വേദനകൾ എന്തൊക്കെയാണെങ്കിലും അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നീ രോഗിയാണോ, നിന്റെ രോഗാവസ്ഥ കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് നിനക്ക് സമാശ്വാസം നൽകും, കർത്താവ് നിനക്ക് സൗഖ്യം നൽകും, കർത്താവ് നിന്റെ കടബാധിത കെട്ടുകളെല്ലാം അഴിക്കും. നീ കർത്താവിൽ ആശ്രയിക്കുക, നീ അവങ്കലേക്ക് നോക്കുക. തിരുവചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജിച്ചു പോയില്ല. കർത്താവിൻ്റെക്ക് നോക്കുന്നവൻ ഒരിക്കലും ലജിക്കാൻ ദൈവം ഇടയാക്കില്ല. കാരണം കർത്താവിൽ ആശ്രയം വെക്കുന്നവനെ ദൈവം സംരക്ഷിക്കും. കർത്താവിൽ ആശ്രയം വെക്കുന്നവനെ കർത്താവ് സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഒരു വചനം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, അപ്പോക്രിഫൽ ബുക്കായ ദാനിയേൽ 14-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. ആ സമയത്ത് യൂദായിലുള്ള ഹബക്കൂക്ക് എന്ന പ്രവാചകന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ദാനിയേൽ ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്, അവന് ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഹബക്കൂക്ക് പ്രവാചകൻ ഇതാ തൻ്റെ ജോലിക്കാർക്ക്, കൊയ്ത്തുകാർക്ക് അപ്പവും കറിയുമായി പോകുന്ന സമയത്ത് പ്രവാചകനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുക, ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊടുക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ദൈവമേ, എനിക്ക് ബാബിലോൺ അറിയില്ല, എനിക്ക് ദാനിയേലിനെ അറിയില്ല, സിംഹക്കുഴി അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക? ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവനെയുമായി ഇതാ ബാബിലോണിലെ സിംഹക്കുഴിയുടെ വാതിൽക്കൽ കൊണ്ട് നിർത്തുമ്പോൾ ദാനിയേലിനോട് ഹബക്കൂക്ക് വിളിച്ചു പറയുന്നുണ്ട്. ഹബക്കൂക്ക് ഇങ്ങനെ പറയുകയാണ്, ദാനിയേലേ, നീ എഴുന്നേറ്റ് ഭക്ഷിച്ചാലും, കർത്താവ് നിനക്ക് നൽകുന്ന ഈ അപ്പം ഭക്ഷിച്ചാലും, ആഹാരം ഭക്ഷിച്ചാലും. ദാനിയേൽ മറുപടി പറഞ്ഞു, എൻ്റെ ദൈവമേ, നീ എന്നെ ഓർക്കുന്നല്ലോ, തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഒരു നാളും ഉപേക്ഷിക്കുകയില്ലല്ലോ. ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നുവല്ലോ, തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഒരു നാളും ഉപേക്ഷിക്കുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് തീർച്ചയായും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മധ്യത്തിലും അവൻ കടന്നു വരും. നീ തീച്ചൂളയുടെ മധ്യത്തിലാണെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. നീ സമുദ്രത്തിലൂടെ നടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ കരങ്ങളിൽ നിന്നെ വഹിക്കും. ഒരിക്കലും ദൈവം നിന്നെ കൈവിടുകയില്ല. നിന്റെ ആശ്രയത്വം ദൈവത്തിൽ പൂർണ്ണമാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും 2 മക്കാബർ 8:18, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനാണ് നമ്മുടെ പ്രത്യാശ. അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിനാണ് നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ പ്രത്യാശ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊത്തിരി ബലഹീനതകളുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ബലഹീനതകളൊക്കെ വരുമ്പോൾ
എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മടുത്തു പോകാതെ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്ന വചനത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് ഇടയാകണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 7 തൊട്ടുള്ള 10 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുള്ള് ഉണ്ടായി. ഈ മുള്ളു മാറാൻ വേണ്ടി ഞാൻ അനേക തവണ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്കൊരു വചനം തന്നു, അതിങ്ങനെയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ കൃപ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ബലഹീനതയിലാണല്ലോ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. എൻ്റെ ബലഹീനതയിൽ ദൈവമേ അങ്ങയുടെ ശക്തി ചേർത്ത് വെക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16 തൊട്ട് 22 വചനങ്ങളിൽ നമ്മൾ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വചനങ്ങളിൽ ഒരു മനുഷ്യൻ, ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം നിത്യജീവൻ ലഭ്യമാകാൻ വേണ്ടി, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്നു. കർത്താവ് ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, നീ കൽപ്പനകൾ പാലിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൽപ്പനകൾ ചെറുപ്പം മുതൽ പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ കൽപ്പനകളൊക്കെ എൻ്റെ ചെറുപ്പകാലം മുതൽ പാലിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ കർത്താവ് അവനിലേക്ക് സൂക്ഷിച്ചു നോക്കി, അവനെ കടാക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്കൊരു ചെറിയ കുറവുണ്ട്. നീ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അതിനുശേഷം എന്നെ വന്ന് അനുഗമിക്കുക. ഈ മനുഷ്യൻ ധനവാനായതുകൊണ്ട് അതീവ ദുഃഖിതനായി മടങ്ങിപ്പോയെന്നാണ് പറയുക. കാരണം പ്രിയപ്പെട്ടവരെ, ധനികനായ മനുഷ്യൻ അവൻ്റെ ആശ്രയത്വം മൊത്തം വെച്ചത് ഈ പണത്തിലാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിനെ ആശ്രയിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മനുഷ്യൻ ആശ്രയം വെച്ചത് തൻ്റെ സമ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് അവനോട് പറയുക, നിൻ്റെ ജീവിതത്തിലെ കുറവ് നിനക്ക് പൂർണ്ണതയോടെ ദൈവത്തെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. നിനക്ക് കൽപ്പന അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നിൻ്റെ ആ മേഖലയിലേക്കുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് പണവുമായുള്ള ഒരു പിടിവലിയ, പണത്തിൻ്റെ മേലുള്ള, സമ്പത്തിൻ്റെ മേലുള്ള ഒരു ചരട് നിൻ്റെ കൈയുമായി കെട്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ലോകവുമായുള്ള ബന്ധം മുറുകിയിരിക്കുന്നതുകൊണ്ട് നിനക്ക് നിത്യജീവൻ നേടാനായിട്ട് പറ്റില്ല. അപ്പം നിത്യജീവൻ കിട്ടണോ, നിൻ്റെ ജീവിതത്തിൽ ഈ ലോകവുമായുള്ള ബന്ധം നയിക്കുന്ന ഈ കെട്ട് ഇല്ലെങ്കിൽ കെട്ട് പൊട്ടണം. അതിനാണ് പറയുന്നത്, ഈ കെട്ട് പൊട്ടാൻ വേണ്ടി നിനക്കുള്ളതെല്ലാം, നിൻ്റെ സമ്പത്തെല്ലാം വിൽക്കുക. നീ ശൂന്യനായി തീരുക. നീ ശൂന്യനായി തീർന്നു കഴിയുമ്പോൾ ഈ ലോകവുമായുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടും. നീ പൂർണ്ണമായും ശൂന്യനായി കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. നീ ശൂന്യനായി കഴിയുമ്പോൾ, നിൻ്റെ ആശ്രയത്വം ദൈവത്തിലായി കഴിയുമ്പോൾ നീ സമ്പന്നനാ. കാരണം ക്രിസ്തുവിനെ സ്വന്തമാക്കിയവനാണ് നീ. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ഭൂമിയിലെ സകല ബന്ധങ്ങളും ഉപേക്ഷിക്കുക. ഭൂമിയുമായുള്ള സകല ബന്ധങ്ങളും തകർത്തെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവവുമായുള്ള ബന്ധം നമുക്ക് കൂട്ടിപ്പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെയും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൽ ആശ്രയത്വം കണ്ടെത്താനായിട്ട്, ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് നമുക്കിടയാകട്ടെ. പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. ഇതാ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെ വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുക. യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുക. നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുക, എവിടെയാണ് നിക്ഷേപം നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നിന്റെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ നിന്റെ ഹൃദയവും സ്വർഗത്തിലായിരിക്കും. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവവചനമാണെങ്കിൽ നിന്റെ ഹൃദയത്തിലും വചനമുണ്ടാകും. നീ ആശ്രയിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം ക്രിസ്തുവിൽ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 തൊട്ടുള്ള വചനങ്ങളിൽ കർത്താവ് സ്വയം ശൂന്യവൽക്കരിക്കുന്നതായിട്ട്, കർത്താവിൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് അവിടെ പറയുക. അവൻ ദാസനായി തീർന്നു, മനുഷ്യരുടെ ഒരു ആകൃതിയിൽ കാണപ്പെട്ടു, ഇതാ അവൻ തന്നെ എളിമപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണേണ്ട
ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ്. യേശു ക്രിസ്തു തന്നെ തന്നെ എളിമപ്പെടുത്തി അവൻ കുരിശിലെ മരണത്തോളം താഴ്ന്നവനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും സ്വയം ഇല്ലാതായി മാറുക, സ്വയം ഇല്ലാതാകുക, ക്രിസ്തുവിനെ പ്രതി ഇല്ലാതായി മാറുക. ഞാനെന്ന ഭാവം, ഞാനെന്ന ചിന്തകളെല്ലാം മാറ്റിവെക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. എൻ്റെ ഇഷ്ടമല്ല, ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. എൻ്റെ ആശ്രയത്വം മൊത്തം ക്രിസ്തുവിലാണ്. അവൻ പോകാൻ പറഞ്ഞാൽ ഞാൻ പോകണം, അവൻ വരാൻ പറഞ്ഞാൽ ഞാൻ വരണം. അവരെന്ത് പറയുന്നോ അതായിരിക്കണം എൻ്റെ വേദ പ്രമാണം. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മളെ കാണുന്ന ഒരു ദൈവം, അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. നീ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇടയായിത്തീരണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കും പറയാൻ പറ്റണം, കർത്താവേ, അങ്ങാണ് എൻ്റെ സ്വന്തം, അങ്ങ് എൻ്റെ ദൈവമാണ്, ഞാൻ അങ്ങിലാണ് ആശ്രയിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് കുലുങ്ങാൻ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക. കർത്താവിൽ അഭയം കണ്ടെത്താൻ, നമുക്ക് ആശ്രയത്വം കണ്ടെത്തുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വിധവയായ നിർധനയായ ആ സ്ത്രീ തൻ്റെ ഉപജീവനത്തിനുള്ള പങ്കായ 2 ചെമ്പ് തുട്ടുകൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ, ധനികരായ അനേകം ആളുകൾ തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം വലിയ തുക സമ്പാദിച്ച് സമർപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി ആ വിധവയുടെ 2 ചെമ്പ് തുല്യ നാണയങ്ങൾക്ക് നീ വലിയ വില കൽപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങളുടെ കൊച്ചു ജീവിതവും ഇതാ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിധവയുടെ ചെമ്പ് നാണയങ്ങൾ പോലെ ഞങ്ങളുടെ കൊച്ചു ജീവിതം അങ്ങ് സ്വീകരിക്കണമേ. എപ്പോഴും കർത്താവിൽ ആശ്രയിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ അറിവിലോ ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലോ അല്ല കർത്താവെ, അങ്ങയിൽ ആശ്രയത്വം വെക്കുവാൻ ഞങ്ങൾക്കിടയാകണം. കർത്താവെ, സമ്പത്തിനോടുള്ള അമിതമായ ആശ്രയത്വങ്ങളൊക്കെ ഉപേക്ഷിക്കുവാനുള്ള കൃപ നൽകണമേ. വിശുദ്ധ പിതാക്കന്മാരെ പോലെ, വിശുദ്ധ ബസേലിയോസിനെ പോലെ, ഗ്രിഗോറിയോസിനെ പോലെ കർത്താവെ, പണത്തിനോടുള്ള ഞങ്ങളുടെ അമിതമായ ആഗ്രഹങ്ങളെ എല്ലാം തുടച്ചു നീക്കി അതെല്ലാം വെറുതെ പാവപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കേട്ട വചനങ്ങളെല്ലാം ഹൃദയത്തിൽ നിറയുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പണത്തിനോടുള്ള അമിതമായ ആസക്തികളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനുമേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആമേൻ.